നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി പലർക്കും, അതായത് ചെറിയ കഴിവുണ്ടായിട്ടും വീടുകളിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞ ആളുകൾ, അതിൽ എത്ര ആളുകളാണ് പ്രശസ്തരായത്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് കണ്ട് നമ്മൾ എന്താണ് അടിപൊളി കൊച്ച്, അല്ലെങ്കിൽ അടിപൊളി ചേച്ചി, അടിപൊളി മോള്, ചേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കമൻ്റ് ഇടാറുണ്ട്. അവരിൽ പലരും അവരുടെ പെർഫോമൻസ് കൊണ്ട്, അവരുടെ കഴിവ് കൊണ്ട് ഈ രംഗത്ത് പിടിച്ചു നിൽക്കുകയും ഒരുപാട് ആളുകൾ അവരെ പിന്തുടരുകയും അവർക്ക് പിന്നീട് പല അവസരങ്ങളും, സിനിമയിൽ വരെ അവസരങ്ങൾ ലഭിച്ച എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. അങ്ങനെ ഉള്ളൊരു കൊച്ചു സുന്ദരിയാണ് നമുക്ക് എല്ലാം അറിയാവുന്ന നിധി ദയാസ്. ആ കൊച്ചിൻ്റെ, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ പെർഫോമൻസ്, ആ കുഞ്ഞും അമ്മയും തമ്മിലുള്ള പെർഫോമൻസ്, അച്ഛൻ ഇടയ്ക്ക് അവരുടെ ആ കുഞ്ഞിൻ്റെ റീൽസിൽ അഭിനയിക്കാറുണ്ട്. സിനിമയുടെ ഭാഗമായ ചില പ്രത്യേക തമാശ രംഗങ്ങളൊക്കെയാണ് കൂടുതലായും കുഞ്ഞ് അവതരിപ്പിക്കാറുള്ളത്. നിധി ദയാസ് എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര്. നിരവധി പേരാണ് ഈ കുഞ്ഞിൻ്റെ വീഡിയോസ് കാണുന്നത്, റീൽസ് കാണുന്നത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തന്നെ വളരെ ഫേമസ് ആണ് ഈ ഒരു കുഞ്ഞ്. മാത്രമല്ല മഴവിൽ മനോരമയിൽ കുഞ്ഞിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത്തരത്തിൽ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു കുഞ്ഞുമോള്, ആ കുഞ്ഞുമോളെ ഇന്നലെ മുതൽ ചിലർ ഈ സോഷ്യൽ മീഡിയയിലെ ചില വെട്ടുകിളികൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അതായത് നിധി ദയാസും അച്ഛനും അമ്മയും LDF സർക്കാരിൻ്റെ, നമുക്കറിയാം അത് അവസാന വർഷമാണ്, 4ാം വർഷം കഴിഞ്ഞിരിക്കുന്നു, 5ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ വാർഷികാഘോഷങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ എവിടെയോ വെച്ച് ഈ ഒരു കുഞ്ഞും ഫാമിലിയും പങ്കെടുക്കുകയാണ്. അതിൻ്റെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇവർ പങ്കുവയ്ക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഈ സോഷ്യൽ മീഡിയയിലെ കിളികൾ പലതരത്തിലാണ് ഇവരെ ആക്രമിക്കുന്നത്. അതായത് മോളോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു, അതിവിടെ കഴിഞ്ഞു എന്നാണ് ഒരാൾ പറയുന്നത്. ഇതുവരെ മോള് സൂപ്പറായിരുന്നു, ഇനി അങ്ങോട്ട് മോളുടെ വീഡിയോ കാണില്ല എന്ന് ചിലർ പറയുന്നു. എന്തിനാണ് കുഞ്ഞിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത്, അല്ലെങ്കിൽ അന്തം കമ്മിയായ ഫാമിലി ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഫോളോ ചെയ്യില്ലായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കണേ. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഈ കുഞ്ഞിന് ക്ഷണം ലഭിച്ചിരിക്കാം, അവരവിടെ പോയിരിക്കാം, മുഖ്യമന്ത്രിക്ക് അടുത്തിരുന്ന് ഫോട്ടോ എടുത്തിരിക്കാം, മറ്റു മന്ത്രിമാരെ കണ്ടിരിക്കാം. ഇതൊക്കെ സ്വാഭാവികമല്ലേ? നാളെ ഒരു BJPക്കാരൻ്റെ അല്ലെങ്കിൽ BJPക്കാരൻ്റെ വീട്ടിലെ കുഞ്ഞ് അത് ഇത്തരത്തിൽ പെർഫോമൻസ് ചെയ്ത് വളരെയേറെ മുന്നോട്ട് വരികയാണെങ്കിൽ അവരെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി വിളിച്ചു കഴിഞ്ഞാൽ അവർ പോവില്ലേ എന്ന് അവരുടെ തീരുമാനം. പോയാൽ തന്നെ അവിടെ BJPക്കാർ ഇത്തരത്തിൽ കമൻ്റ് ഇടാൻ വരും, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ വരികയാണോ ചെയ്യേണ്ടത്? ഇതൊക്കെ സ്വാഭാവികമാണ്. അതിൽ നാളെ ചിലപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയായി VD സതീശൻ വന്നേക്കാം, അല്ലെങ്കിൽ K സുധാകരൻ വന്നേക്കാം. അപ്പോഴും ഇവർ ഈ നിധി ദയാസിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞും ഫാമിലിയും പോവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ചില കാര്യങ്ങളിൽ നമ്മൾ അന്ധമായ രാഷ്ട്രീയം കാണിക്കുന്നത് ശരിയല്ല. എന്തായാലും ഈ കുഞ്ഞുമോളോടും മോളെ ക്രൂശിക്കുന്നവരോടും ദയവ് ചെയ്ത് ഇനി അത് നിർത്തണമെന്ന് മാത്രമേ പറയാനുള്ളൂ.